നമ്മളുടെ ഇബാദത്തിൽ ഒരു ലദ്ദത്ത്, ഒരാനന്ദം, അതൊരു മധുരമായി നമുക്ക് ഫീൽ ചെയ്യുന്ന തലത്തിലേക്ക് ആ ഇബാദത്ത് എത്തിക്കാൻ പല വഴികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വഴിയാണ് നിങ്ങൾ ആലോചിക്കുക നമ്മുടെ നിസ്കാരത്തെ കുറിച്ച്, നിങ്ങൾ ആലോചിക്കുക നമ്മുടെ മറ്റുള്ള അമലുകളെ കുറിച്ച്. ആത്മീയ അനുഭൂതി സമ്പൂർണമായി ആസ്വദിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു നിസ്കാരം കൊണ്ട് മനസ്സിന് റാഹത്ത് കിട്ടുക, നിസ്കാരം കൊണ്ട് മനസ്സിന്റെ ക്ലേശങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുക. നിസ്കാരം എന്നത് വല്ലാത്തൊരു ആത്മീയ ഊർജമായി മാറുക. ആ നിലയിൽ സഹോദര സഹോദരി, നമ്മളിൽ എത്ര ആളുകൾക്ക് നിഷ്കളങ്കമായി ഇലാഹായ റബ്ബിനെ ഹൃദയത്തിൽ പരിപൂർണമായും പ്രതിഷ്ഠിച്ചുകൊണ്ട് അല്ലാ ആ ഒരു ഫിക്റിൽ നിന്ന് മനസ്സ് തെന്നിമാറാതെ നിസ്കരിക്കാൻ കഴിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇബാദത്തിന്റെ ആത്മീയ അനുഭൂതി തികഞ്ഞ നിലയിൽ ആസ്വദിക്കാൻ കഴിയുന്നവരെത്ര ആളുകളുണ്ട്. ഇത് ഞാൻ പറയുമ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇബാദത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അള്ളാഹു ആസ്വദിച്ച് അമല് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ചില ആളുകൾക്കൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഹരാണ്, ഖുർആനോത്തൊരു ഹരാൻ, ഖുർആന്റെ മജ്ലിസ് ഒരു ഹരാൻ, ദിക്ർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ഹരാൻ. അതൊരു അനുഭൂതിയാണ്, ഒരു മടുപ്പുമില്ലാതെ എത്ര നേരവും അത് തുടരാൻ അവരെ കൊണ്ട് കഴിയും. ആ നിലയിൽ നമ്മുടെ ഇബാദത്താക്കി മാറ്റാനുള്ള പ്രധാനപ്പെട്ട പല വഴികളും ഉലമാ വിശദീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വഴി ഇതാണ് സഹോദര സഹോദരി. തർക്കു സുഹബത്തുൽ ഫാസ്, തർക്കു സുഹബത്തിൽ ഫാസ് സ്വാലിഹീങ്ങളോടുള്ള സഹവാസം, നല്ലവരോടുള്ള സഹവാസം, നല്ലവരുമായി ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുക, തമ്മാടികളോട് അകലം പാലിക്കുക. ഇത് ആരാധനയിൽ അതിന്റെ ആത്മീയ അനുഭൂതി ആസ്വദിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളുടെ ഇബാദത്തിൽ ഒരു ലദ്ദത്ത്, ഒരാനന്ദം, അതൊരു മധുരമായി നമുക്ക് ഫീൽ ചെയ്യുന്ന തലത്തിലേക്ക് ആ ഇബാദത്ത് എത്തിക്കാൻ പല വഴികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വഴിയാണ് മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുക. മഹാന്മാരുമായുള്ള സുഹബത്ത്, ഫാസിഖീങ്ങളോടോ എല്ലാ അർത്ഥത്തിലും ബന്ധങ്ങൾ ഒഴിവാക്കുക, അവരോട് അകലം പാലിക്കുക. ഈ രീതിയുള്ളവർക്കല്ലേ ഇബാദത്തിന്റെ ലദ്ദത്ത് അറിയാൻ കഴിയോ? മഹാനായ അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബിത്തുല്ലാഹ 50 സന, 50 കൊല്ലം ഇലാഹായ റബ്ബിന്റെ ഇബാദത്തുമായി ഞാൻ കഴിഞ്ഞുകൂടി. നമ്മൾ ഈ മജ്ലിസുന്നൂറും മഹാന്മാരുടെ പേരിൽ ഖുർആൻ ഓതാൻ പറയുമ്പോൾ അത് ഓതലും അവരുമായുള്ള ഈ ബന്ധം സ്ഥാപിക്കലും അതുകൊണ്ടൊക്കെയുള്ള വലിയൊരു ലക്ഷ്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭാണ് ഈ പറയുന്നത്. ഇത് നന്നായി ഉൾക്കൊള്ളണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അഹ്മദ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു പറയാൻ, അബിത്തുല്ലാഹ 50 സന, 50 കൊല്ലം ഞാൻ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി. പല ഇബാദത്തും ഞാൻ ചെയ്തു, പക്ഷേ ഫമാ വജത്തു ഹലാവത്തൽ ഇബാദ. 50 കൊല്ലം ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയിട്ട് ഇബാദത്തിന്റെ ഹലാവ, അതിന്റെ മധുരവും ആത്മീയ അനുഭൂതിയും സുഖവും എനിക്ക് ആസ്വദിക്കാനായില്ല. അങ്ങനെ ഞാൻ ചെയ്തത് കേൾക്കണോ? ഹത്താ തറക്തു സുഹബത്തൽ ഫാസിഖീൻ, ഫാസിഖീങ്ങളുമായുള്ള ബന്ധം, അവരുമായുള്ള സഹവാസം, അവരുമായുള്ള സൗഹൃദം, അത് പൂർണ്ണമായും ഞാനങ്ങ്
ഉപേക്ഷിച്ചു. ഹത്താ വജത്തു സുഹ്ബത്തസ് സാലിഹീൻ, പരമാവധി നല്ലവരുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, അവരുടെ കൂടെ നിൽക്കാനും അവരുമായി ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കാനും ഞാൻ തയ്യാറായി. അൽഹംദുലില്ലാഹ്. അപ്പോഴാണ് വജത്തു ഹലാവത്തൽ ഇബാദ, ഇബാദത്തിന്റെ നേരായ മാധുര്യം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ മജ്ലിസുന്നൂറൊക്കെ അള്ളാഹു ഏറെ പ്രാധാന്യം കൊടുത്ത അസ്ഹാബുൽ ബദറുമായി ഒരു നല്ല ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കാൻ കാരണമാകും. അത് നമ്മളുടെ ഇബാദത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ ഈ പറഞ്ഞത്. പഠിച്ചോനെ, അത് അല്ലാഹു അക്ബർ പറഞ്ഞ് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ സലാം വീട്ടുന്നത് വരെ ഒരിക്കൽ പോലും അല്ലാഹ് എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരാതിരിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ആ നിസ്കാരം കൊണ്ടൊക്കെ കാര്യം? അല്ലാഹു കാക്കട്ടെ. ആമീൻ പറയ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. ആ നിസ്കാരക്കാരാരാണ്? അവരവരുടെ നിസ്കാരത്തിൽ ഒട്ടും ഇഖ്ലാസില്ലാതെ, നിസ്കാരത്തിലാണെന്ന ബോധം പോലുമില്ലാതെ കേവലം അതൊരു നിക്കരിക്കലാക്കി മാറ്റലാണ്. ആ നിക്കരിക്കൽ കൊണ്ട് ഫലമെന്താ? അതിന്റെ ഫലം ഫവൈലുൽ ലിൽ മുസല്ലീൻ, നരകമാണ്, നരകം. മഅദല്ലാഹ്. എന്താ വൈലിന്റെ പ്രത്യേകത? യസീലു ഇലൈഹി സദീദു അഹ്ലിന്നാർ. ഒരുപാട് നരകങ്ങളില്ലേ സഹോദര, ഒരുപാട് നരകങ്ങളില്ലേ പെങ്ങളെ. ആ നരകത്തിലുള്ള ആളുകളുടെ ചീഞ്ചലം ഒലിച്ച് ചെന്നെത്തുന്ന അവസാനത്തെ നരകത്തിന്റെ തട്ടാണ് വൈലെന്ന നരകമല്ലാ. അത് നിസ്കാരത്തിൽ ഗഫലത്തായി നിർവഹിക്കുന്ന, നിസ്കാരം ഗഫലത്തോടെ നിർവഹിക്കുന്നവർക്കാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പേടി തോന്നുക. നിസ്കരിക്കുന്നവർക്കും നരകണ്ട്, നിസ്കരിക്കാത്തവർക്കും നരകണ്ട്. നിസ്കരിക്കാത്തവർക്കുള്ള നരകത്തിന്റെ പേര് സഖർ എന്നാണ്. ഒരു വിഭാഗത്തോട് നാളെ നരകത്തിൽ വെച്ച് ചോദിക്കപ്പെടും, മാ സലക്കക്കും ഫീ സഖർ, ഈ സഖർ എന്ന നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ച കാര്യം എന്താ? നിങ്ങൾ എങ്ങനെ ഈ സഖർ എന്ന നരകത്തിലെത്തിയത്? അപ്പോൾ അവര് പറയുന്ന മറുപടി, ഖാലൂ ഇന്നാ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് സഖർ എന്ന നരകത്തിലെത്തിയത്. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ നിസ്കരിക്കുന്നവർക്ക് വൈരാണ്. ഈ രണ്ട് നരകവും വിശദീകരിക്കവേ റസൂലുള്ളാഹി ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സഖറിനെയാണ് ഏറ്റവും പേടിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിസ്കാരത്തിലൊക്കെ ആത്മീയാനുഭൂതി കിട്ടണം, അതിന്റെ ഹലാവ, മധുരം അനുഭവിച്ച് ചെയ്യാൻ കഴിയണം. അതിന് പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് മഹാന്മാരുമായുള്ള ഈ ഒരു സുഹബത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഖുർആൻ ക്ലാസിന്റെ പേരിൽ തന്നെ പരസ്പരം നല്ല ബന്ധങ്ങൾ, ഒരുപാട് കൂട്ടുകാരികൾ, ഒരുപാട് ബന്ധങ്ങൾ, ദീനിയായ നിലയിലുള്ള ബന്ധങ്ങളാണെങ്കിൽ അതൊക്കെയും നമുക്കേറെ ഉപകരിക്കും. കാരണം ഇങ്ങനെയൊക്കെയുള്ള മജ്ലിസിൽ പൊതുവെ എത്തിപ്പെടുന്നത് ആ നിലയിൽ അള്ളാഹ് എന്നൊരു ചിന്തയും താല്പര്യവുമുള്ളവരായിരിക്കുമല്ലോ. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ.